ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാത്രിക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹോട്ടൽ സ്റ്റൈൽ മസാല ദോശ കേട്ടോ. ഫസ്റ്റ് 6 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വരണം കേട്ടോ. ശേഷം ഒരു ട്രാൻസിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ചെയ്തെടുത്തു. പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 1/4 ടേബിൾ സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഞാനിതൊന്ന് അടച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. സോ നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ 4 പല്ല് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീനച്ചട്ടി മറ്റേ ഗ്യാസ് ഓൺ ചെയ്ത് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഞാൻ കടുകിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരണം. ഇതുപോലെ ഒന്ന് വന്നതിന് ശേഷമാണ് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ശേഷം മിക്സി ജാറിനകത്തേക്ക് 2 വറ്റൽമുളകും പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സർ ഉണ്ടല്ലോ അതും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുഴുവനും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഫൈൻ പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കണം. ശേഷം നമുക്ക് ചീനച്ചട്ടി ഓൺ ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം അതിനകത്ത് കടലപ്പരിപ്പും 2 വറ്റൽമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതിനകത്ത് 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൗണ്ടായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിയണം കേട്ടോ, കുരുകുരാന്ന് അരിഞ്ഞ സവാളയാണ് വേണ്ടത്. സോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഓയിൽ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ശേഷം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അവസാനം പെരുങ്കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് മസാല, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നമ്മൾ ഇളക്കിയപ്പോൾ ഇതുപോലെ കിട്ടി. ശേഷം നമുക്ക് ദോശത്തവ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാനിവിടെ കുറച്ച് മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ ദോശ ചുടുന്ന അതേ ഇൻസ്ട്രക്ഷനിൽ ചുട്ടിട്ട് ശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ചമ്മന്തി ആ ഒരു സാധനത്തിന് എടുത്തിട്ട് നമുക്കതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ശേഷം നമുക്ക് മസാല ഉണ്ടല്ലോ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് മസാല എല്ലാ ഭാഗത്തും ആവണ്ട, ദോശൻ്റെ ഹാഫ് ഓഫ് ഭാഗത്ത് മാത്രം മസാല ആക്കി കൊടുത്താൽ മതി. ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടിച്ചാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മസാല ദോശ റെഡി. ഇതാണ് നമ്മുടെ സ്മൈലി മസാല ദോശ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. സോ സൂപ്പറായിട്ടുണ്ട്, അടിപൊളി.